guys, how are you doing? Welcome back to my YouTube channel. സോ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഫസ്റ്റ് റവന്യൂ അല്ല, എനിക്ക് റവന്യൂ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മന്ത്സ് ആയി. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റവന്യൂ വെച്ച് എന്തെങ്കിലും ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ട് അതൊരു ആസ് എ മെമ്മറി എനിക്ക് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വാങ്ങിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അത് വാങ്ങിയിട്ട് വീഡിയോ ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി പോയത് കേട്ടോ. സോ ഇന്ന് ഫൈനലി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള റവന്യൂ വെച്ചിട്ട് ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ വാങ്ങിച്ചതെന്ന്. സോ എൻ്റെ ഒരു ചെറിയൊരു യൂട്യൂബ് ജേണിയും ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഒരു 10 months, ഒരു 1 year താഴെ ആയിട്ടുള്ളൂ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും 1 year മുകളിലായിട്ടില്ല. ഒരു 10 മാസം അല്ലെങ്കിൽ 11 മാസം അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ യൂട്യൂബ് കുറേ നാള് മുമ്പേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷെ എന്തോ ഒരു മടിയോ എനിക്കറിയില്ല എന്താന്ന്, ഞാനത് പിന്നെ വേണ്ടാന്ന് വെച്ചു. എപ്പൊ ഞാനിങ്ങനെ വേറെ വീഡിയോസ് ഒക്കെ നമ്മള് ഈവൻ സ്ക്രോൾ ചെയ്യുമ്പോഴും നമ്മൾ യൂട്യൂബിൽ കാണുമ്പോഴും ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു എനിക്കും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് എനിക്കിങ്ങനെ മെമ്മറീസ് ഒക്കെ നമ്മളിപ്പോ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമില് ഞാൻ പോകുന്ന സ്ഥലങ്ങള് അല്ലെങ്കിൽ എല്ലാം ഞാനിങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ റീലായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. കുറേ നാള് മുമ്പേ റീലൊന്നും ഇല്ല. എനിക്കൊന്ന് ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 13 അങ്ങനെയാണ്. അന്ന് മുതല് അന്നൊന്നും അത്ര അങ്ങനെ പോസ്റ്റ് ചെയ്യലൊന്നും ഇല്ല. പക്ഷെ കുറെ വർഷം കഴിയും തോറും എന്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളും എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കതൊരു എന്റെ ഒരു മെമ്മറി ബുക്ക് പോലെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് ആ മൊമെന്റിലൂടെ ഒക്കെ ഒന്ന് പോകാൻ പറ്റും. അപ്പൊ യൂട്യൂബില് ആവുമ്പോൾ നമുക്കിങ്ങനെ ലൈവായിട്ട് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പോകുന്നതും കുറേ ഡ്യൂറേഷനിൽ പോസ്റ്റ് ചെയ്യാന്നുള്ള അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ യൂട്യൂബിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും ആയിരുന്നില്ല. എനിക്ക് അത് ഭയങ്കര എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടി. കാരണം ഞാൻ ചെറുതായ കുട്ടിയായിരുന്ന ടൈമിലൊന്നും എന്റെ അധികം ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയൊന്നും ഇല്ല. ഈവൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് കുറെ ഫോട്ടോസ് എങ്കിലും ഉണ്ട്. എന്റെ ഒരു 1 or 2 ഫോട്ടോസ് അത്രേ ഉള്ളൂ മാക്സിമം. വേറെ എനിക്ക് മെമ്മറി ആയിട്ട് ഒന്നുമില്ല. അപ്പൊ യൂട്യൂബ് ആകുമ്പോൾ ഇനിയിപ്പോ ഈവൻ നമ്മളിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു മെമ്മറി ആയിട്ട് ഇതെല്ലാം കാണാൻ പറ്റും. അതായിരുന്നു എന്റെ ഏറ്റവും ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ എന്റെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്കിങ്ങനെ എന്താ പറയാ ഇങ്ങനെ എന്ത് വീഡിയോ ചെയ്യും എങ്ങനെ ചെയ്യും അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലും കുക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഇന്നൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു പുതിയ മെയിൽ ഐ ഡി എടുത്തു. എനിക്ക് എന്റെ പഴയ മെയിൽ ഐ ഡി ഞാൻ യൂസ് ചെയ്തില്ല, പുതിയ മെയിൽ ഐ ഡി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതേപോലെ ഞാൻ ഫസ്റ്റ് വ്ളോഗ് എടുക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല എടുക്കുന്നത്. ഒരു ദിവസം ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയില് ഐക്യയില് പോവായിരുന്നു. ഐക്യയില് ഷോപ്പിങ്ങിന് എന്തോ വേണ്ടി പോവായിരുന്നു. അപ്പൊ അവിടെ ഐക്യയുടെ പാർക്കിംഗ് എത്തിയപ്പോ എനിക്ക് എന്റെ മൈൻഡില് ഒരു വ്ളോഗ് എടുക്കാൻ തോന്നി. അങ്ങനെ എടുത്തതാണ്. അതില് എന്താ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു അതില്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു വ്ളോഗ് പോലെ എടുക്കണം. അല്ലാതെ ഞാൻ റീൽസും ക്യാമറയിലൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട്. പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ ചുമ്മാ സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഒട്ടും പ്ലാൻഡ് അല്ലാതെ എടുത്ത വ്ളോഗാണ് ഞാൻ ഫസ്റ്റ് എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം ഒരു പ്ലാൻഡ് അല്ലാതെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അൺപ്ലാൻഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പ്ലാൻ ചെയ്യാതെ നടക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. പിന്നെ വ്ളോഗ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ
ആദ്യം ഞാൻ വ്ളോഗ് അല്ല പോസ്റ്റ് ചെയ്തത്, അതിന്റെ മുമ്പേ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള റീൽസ് ഒക്കെ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ യൂട്യൂബിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. അതൊക്കെ ഇങ്ങനെ ഡാൻസും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് പിന്നെ 2 ദിവസം ഞാൻ സംഭവം മറന്നുപോയി. എനിക്ക് എന്തോ ഭയങ്കര ഓവർലാപ്പിംഗ് ഷിഫ്റ്റ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ഓൺ ചെയ്ത് നോക്കിയപ്പോ എന്തോ 89 വ്യൂസ് ഒക്കെ കിടക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു 0 സബ്സ്ക്രൈബേഴ്സിൽ ഇരിക്കുന്ന ഞാൻ എന്റെ വീഡിയോ 89 ആളുകൾ കണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇങ്ങനെ എന്താ പറയാ കുറെ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊന്നും വീഡിയോസ് ഇട്ടില്ല, പഴയ വീഡിയോസ് ഒക്കെയാണ് ഞാൻ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീക്കെൻഡിൽ പുറത്തൊക്കെ പോകുന്ന കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. പിന്നെ വ്ളോഗൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത വ്ളോഗുകളൊന്നും അല്ല. ഇപ്പോഴൊക്കെയാണ് ഞാൻ കുറെ കൂടെ ഒക്കെ പ്ലാൻ ചെയ്തെടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തത് നമ്മള് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഷോപ്പിങ്ങിന് കയറുകയാണെങ്കിൽ അങ്ങനത്തേക്കൊക്കെ എന്താ പറയാ ഒരു സഡൻ ആയിട്ടുള്ള വ്ളോഗ് എടുക്കലായിരുന്നു കേട്ടോ. പിന്നെ ആ വ്യൂസിനൊന്നും ഞാൻ അധികം കാര്യമാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആ വ്യൂസ് കുറവാന്നുള്ളത് ഞാൻ അതൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനിങ്ങനെ കുഞ്ഞു വീഡിയോസ് ഒക്കെ 1 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോസ് ഒക്കെ, അതായത് ഷോർട്ട് വീഡിയോസ്, കുക്കിംഗ് ആയാലും മോർണിംഗ് റൂട്ടീൻ, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങി. അപ്പൊ അത് പെട്ടെന്ന് റീച്ച് ആവാൻ തുടങ്ങി. പെട്ടെന്ന് കുറെ വ്യൂസ് ഒക്കെ വന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വ്യൂസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഞാനിപ്പോ നൈറ്റൊക്കെ വീഡിയോ ഇട്ടിട്ട് എനിക്കങ്ങനെ ഞാൻ ആദ്യം അങ്ങനെ ടൈം ഒന്നും നോക്കിയിട്ടൊന്നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ചുമ്മാ വീഡിയോ ഇട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 25K അത്രയും വ്യൂസ് ഒക്കെ വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സംഭവം, എനിക്ക് അത്ഭുതമായി. അപ്പൊ പിന്നെ അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പൊ നമുക്കും പറ്റും, നമ്മളെ വീഡിയോയും ആളുകൾ കാണും എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. അതിനു മുമ്പ് എന്നുവെച്ചാല് ഞാനൊരു എന്താ പറയാ ഞാനൊരു സെലിബ്രിറ്റി ഒന്നല്ല, എന്നെ ആർക്കും അറിയില്ല, ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മളിടുന്ന വീഡിയോസ് വേറെ ഒരാള് കാണുക എന്നുള്ളത് അവരുടെ ലൈഫിലൊരു 1 മിനിറ്റ് ആണെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ച് നമ്മുടെ വീഡിയോ കാണുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അതൊരു സിമ്പിൾ തിങ് അല്ല. അതൊരു നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് കിട്ടുന്നൊരു നമുക്ക് അവര് തരുന്ന ഒരു വാല്യൂ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വ്യൂസ് ഒക്കെ കയറാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യൂസും വരാൻ തുടങ്ങി കേട്ടോ. തുടക്കത്തില് അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 മന്ത്സ്, മാക്സിമം 4 മന്ത്സോ 6 മന്ത്സോ അതിൻ്റെ ഉള്ളില് എനിക്ക് 10 മില്യൺ വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സിൽ. നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂസ് വേണം, അതായത് ഷോർട്ട് വീഡിയോസിന്. പിന്നെ ലോങ് വീഡിയോസ് ആവുമ്പോൾ 4000 hours വാച്ച് അവർ വേണം. ലോങ് വീഡിയോസ് എന്തായാലും എനിക്ക് അത്രയും ഒരു ചെറിയ ടൈം പീരീഡ് കൊണ്ട് എത്തിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ തുടക്കത്തിൽ നമ്മളെ അറിയുന്നവര്, നമ്മളെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവരൊക്കെ തന്നെ നമ്മളെ വീഡിയോ കാണുള്ളൂ എന്നൊരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇടുമ്പോ തന്നെ കുറെ നമ്മളെ അറിയാത്ത ആളുകൾ കാണും. അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളല്ല, പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വ്യൂസ് കുറഞ്ഞു പോയാലും വിഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ കാണും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു വ്ളോഗ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു 2-3 വട്ടം കാണും പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂസ് ആയി. അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ യൂട്യൂബ് പാർട്ട്ണർ ആയിട്ടുള്ള നമുക്കൊരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ നമുക്ക് ഇത്ര വ്യൂസ് ഇവിടെ ആയാലും നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം, ഇത്ര വ്യൂസ് ഇവിടെ ആയാലും നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം ഇങ്ങനെ കാണിക്കുമ്പോൾ അത് 10 മില്യൺ ആയ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് ഈ ഒരു മൈൽ സ്റ്റോൺ ഞാൻ അച്ചീവ് ചെയ്യുന്നു. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പോ ഞാൻ പറയാം, നമ്മളൊരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ
ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആളുകൾക്ക് നമ്മളെ കുറച്ചൊക്കെ അറിയാം, നമുക്ക് അത്യാവശ്യം എക്സ്പോഷർ ഉണ്ട്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ആള് എന്നെ ആർക്കും അറിയില്ല. അങ്ങനെയല്ല, എന്റെ ഫ്രണ്ട്സ് ഫാമിലി അല്ലാതെ വേറെ പുറത്തുള്ള ഒരാൾക്ക് എന്നെ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഇത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ആവുന്ന ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവരോടും നല്ല എന്താ പറയാ, ഭയങ്കര താങ്ക്സ്, ഭയങ്കര നന്ദിയുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാല് അത് അന്നത്തെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. കുറെ എന്താ പറയാ, നമുക്ക് ആ ഒരു നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മോണിറ്റൈസ് ആയി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെക്കാം. അതിനുശേഷമാണ് നമുക്ക് റവന്യൂ ജനറേറ്റ് ആവുന്നത്. അതുവരെയുള്ള ആ 10 മില്യൺ വ്യൂസിനൊന്നും നമുക്ക് റവന്യൂ കിട്ടില്ല. കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ എന്നാണ് കംപ്ലീറ്റ് ആയത് അന്ന് മുതലാണ് നമുക്ക് പുതിയതല്ല റവന്യൂ വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് തുടങ്ങുന്നതിനൊക്കെ കുറെ കാലം മുമ്പേ ഞാനിങ്ങനെ നമ്മുടെ ഈ യൂട്യൂബിന്റെ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടല്ലോ, അതായത് യൂട്യൂബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്ന കുറെ പേരെ വീഡിയോ ഒക്കെ ഞാൻ ചുമ്മാ ഇരുന്ന് കാണുമായിരുന്നു. അന്ന് എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ല, പക്ഷെ ഞാൻ എന്നാലും അവരുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കാണുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. പിന്നെ കുറെ പേരോട് ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് നമ്മളെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടാക്സ് ഇൻഫർമേഷൻ, പിന്നെ നമ്മളെ ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, അങ്ങനെ കുറെ XYZ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് വായിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. അത് സിമ്പിൾ ആയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ എന്താ പറയാ, ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പോ മന്ത്ലി നമുക്ക് $100 ആയി കഴിഞ്ഞാല് നമുക്ക് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പിന്നെ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ഒക്കെ ചെയ്യണം. അതൊരു വലിയ, ഞാനിപ്പോ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് ഫൈനലി നമ്മൾ ബാങ്ക് അക്കൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ എന്താണ് അതിനെന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മളൊന്നും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ മന്ത്ലി നമ്മൾ $100 ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയിക്കോളും. ആദ്യത്തെ യൂട്യൂബ് അതായത് ഫസ്റ്റ് റവന്യൂ വന്നപ്പോ മെസ്സേജ് ഫോണിൽ ഇങ്ങനെ വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇതാരാ, നമുക്കിങ്ങനെ ഒരു നെതർലാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കാണിക്കുന്നത് അഡ്രസ്. അപ്പോ പെട്ടെന്ന് ഞാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല യൂട്യൂബിലെ പേയ്മെന്റ് 21st to 26th വരെയാണ് വരിക. അറിയാമായിരുന്നു, പക്ഷെ ഞാനത് അങ്ങനെ കാത്തിരിക്കുന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ എന്തൊക്കെയോ തിരക്കുകൾ കാരണം ഞാൻ അത് വിട്ടുപോയി. ആ ഡേറ്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫോണിൽ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ കാണുന്ന മെസ്സേജ് ഇതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി നെതർലാൻഡ് എന്നൊക്കെ. ഞാൻ പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയി നോക്കിയപ്പോൾ അതിൽ കാണിക്കുന്നില്ലായിരുന്നു, മെസ്സേജിൽ കാണിക്കുന്നില്ലായിരുന്നു എവിടെ നിന്നാണെന്ന്. അപ്പൊ ഞാൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയി നോക്കിയപ്പോൾ എമൗണ്ട് ക്രെഡിറ്റ് ആയി. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ മന്ത്ലി സാലറി വാങ്ങുന്ന ഒരാളാണ്. ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു ഈ ഒരു ക്യാഷ് കിട്ടിയപ്പോ കേട്ടോ. ഞാനിവിടെ ഇപ്പൊ 2 വർഷമായി വർക്ക് ചെയ്യുന്നു. അന്ന് എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ഹൈ എമൗണ്ട് സാലറി ആയിരുന്നു അത്. പിന്നെ യൂട്യൂബിലെ ഈ ഒരു എമൗണ്ട് വന്നപ്പോ എനിക്ക് അത് ഒരു എന്താ പറയാ, ആദ്യത്തെ ആ ഒരു മൊമെന്റിനെക്കാട്ടിലും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം നമ്മള് ആഗ്രഹിച്ച് എഫേർട്ട് എടുത്ത് ഡെയിലി ബേസിസിൽ എഫേർട്ട് എടുത്തിട്ട് കിട്ടിയൊരു എമൗണ്ട് ആണ്. നമ്മുടെ സാലറി എന്ന് പറഞ്ഞാല് നമ്മൾ എഫേർട്ട് എടുക്കണം, ഓഫ് കോഴ്സ് നമ്മൾ എഫേർട്ട് എടുക്കണം. പക്ഷെ എന്തൊക്കെ ആയാലും നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് സാലറി വരും. പക്ഷെ ഇതിൽ നമ്മൾ 100 മിനിമം ആയി കഴിഞ്ഞാലേ നമുക്ക് വരുള്ളൂ, എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ആ ഒരു മന്ത് അത് വന്നു. പക്ഷെ ഞാൻ അപ്പൊ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ക്യാഷ് വെച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു 2-3 മാസം കഴിഞ്ഞിട്ട്
എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച. പിന്നെ അപ്പോഴൊന്നും എനിക്ക് ടൈമും ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര ബിസി ആയിട്ട് എന്റെ ഡ്യൂട്ടിയിൽ കുറെ ഷിഫ്റ്റ് ചേഞ്ചും വർക്ക് പ്ലേസിലെ ചേഞ്ചും ഒക്കെ ഉള്ള ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മെല്ലെ വീട്ടിലൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ എന്റെ ഫാമിലിന്റെ അടുത്തൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഇരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ എനിക്ക് റവന്യൂ വരാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ 4th month ആണ് കേട്ടോ, 4ാമത്തെ മാസമായി. ഞാൻ ശരിക്കും ഈ വീഡിയോ നേരത്തെ ഇട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു താങ്ക് യു പറയേണ്ടതായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഈ മെമ്മറി എന്റെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ്, അതായത് യൂട്യൂബ് എമൗണ്ട് വെച്ചിട്ട് ഞാൻ വാങ്ങിയൊരു സാധനം, ഐ മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് എനിക്ക് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്ത് അത് വാങ്ങിയ ശേഷം വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയാ, കുറെ പേരൊക്കെ മെസ്സേജ് അയക്കും. ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ഇപ്പോ ആളുകളൊക്കെ നമ്മളെ വന്ന് ഐഡന്റിഫൈ ചെയ്യുക, നമ്മളെ തിരിച്ചറിയാന്ന് പറയുന്നത് അതൊരു ഭയങ്കര എന്താ പറയാ, നമ്മളെ മറ്റേ നസ്രിയുടെ ആ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മുടെ അടിവയറ്റില് മഞ്ഞ് വീഴുന്ന പോലത്തെ സുഖം, അത് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ചിലർ മെസ്സേജ് അയക്കും, ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ചിലർ വന്ന് സംസാരിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് തന്നെ അറിയണം. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറെ പേര് എന്താ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് വീഡിയോ ഇഷ്ടാവാറുണ്ട്, നന്നാവാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ആ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര വാല്യുബിൾ ആണ്. നമ്മളെ ഒരു എന്താ പറയാ, രാവിലെ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുമ്പോ എന്താ പറയാ, നമ്മുടെ ഒരു ദിവസം, ആ ദിവസം തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആവാൻ പോവാണ്. ലൈക്ക് എന്താ പറയാ, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്കറിയില്ല. അത്രയും രസമാണ് കേട്ടോ അതൊക്കെ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അതിനൊക്കെ. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. 10K ഒക്കെ ആയത് ഞാൻ ഒരിക്കലും, സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടില്ല. ആ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ എനിക്ക് 10K ആയി. പിന്നെ 10 ഒരു പോക്കായിരുന്നു. പെട്ടെന്ന് 20, 30, 40, 50, അങ്ങനെ 50 ഒക്കെ ഞാൻ നിങ്ങളോട് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ 50 ഒന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം എവിടെയോ കിടക്കുന്ന ഒരാളെ എന്നെ ആർക്കും അറിയില്ല. യുനോ, നമ്മളിപ്പോ ഞാനിപ്പോ ഒരാളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ലിറ്ററലി എന്റെ ലൈഫിലുള്ള ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഞാൻ മാറ്റിവെക്കാണ് ആ ഒരാൾക്ക് വേണ്ടി, ആ ഒരാളുടെ വീഡിയോ കാണാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കാണ്. അപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്ക്, നമ്മുടെ ലൈഫിൽ ടൈം എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണ്. അപ്പൊ എന്റെ വീഡിയോ കാണാൻ വേണ്ടി ഈവൻ ഇഫ് ഇറ്റ് ഈസ് 1 minute, യുനോ, ആളുകൾ അത് മാറ്റിവെക്കുന്നു പറയുമ്പോൾ അതൊരു ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ അതിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ ഈ ഒരു മെമ്മറി ഡോക്യുമെന്റേഷൻ എന്ന രീതിയിലാണ് എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അതെന്റെ ബയോയിൽ നോക്കിയാൽ തന്നെ കാണാം. ഞാൻ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ഡോക്യുമെന്റിങ് മൈ ലൈഫ് വിത്ത് പാഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്താ പറയാ, ഇങ്ങനെ വ്യൂസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി. ഇതൊരു എന്താ പറയാ, നമുക്ക് ഏൺ ചെയ്യാൻ കൂടെ പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അതും ഒരു, ഓഫ്കോഴ്സ് നമുക്ക് ഒരു എക്സ്ട്രാ ഏർണിങ്സ് കിട്ടുക എന്ന് പറയുന്നത് അത് അടിപൊളിയല്ലേ, അത് അടിപൊളിയാണ്. എല്ലാവർക്കും പറ്റും ഇത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഇതൊക്കെ പറ്റും. നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഹെസിറ്റേറ്റ് ചെയ്യണ്ട. യു ക്യാൻ ഡു ദിസ് ഓൾസോ. ലൈക്ക് ലിറ്ററലി എന്താ പറയാ, എനിവൺ ക്യാൻ ഡു ദിസ്. നമ്മുടെ ടൈം മാറ്റിവെക്കുക, നമ്മള് ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരിക. അതായത് നമ്മള് റീസെന്റ് ട്രെൻഡ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരും കാണില്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാതിരിക്കുക. ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഓരോ സിറ്റുവേഷൻ, ഓരോ ടൈമിൽ ഓരോ സാധനങ്ങൾ ട്രെൻഡിങ്ങിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചില ടൈമിൽ ഡയറ്റ് ആയിരിക്കും, ഡയറ്റ് ഓൾവേസ് ഓൺ ട്രെൻഡിങ്. ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ആളുകള് കാണാൻ, അല്ലെങ്കിൽ എന്താ പറയാ, ആളുകൾക്ക് അറിയാൻ ഇഷ്ടമുള്ള കാര്യമാണ് ഒരു ഫുഡ് റിലേറ്റഡ് കോണ്ടന്റ്. അത് നിങ്ങൾ ആരെ ഇട്ടാലും അത്യാവശ്യം വ്യൂസ് എല്ലാവർക്കും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഞാനാണെങ്കിലും ഒരു സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഫുഡ് റിലേറ്റഡ് വീഡിയോ വരികയാണെങ്കിൽ ഞാൻ അത് കാണും. ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ എനിക്ക് അതിനൊന്നുള്ള ഒരു ടൈമില്ല.
കാരണം ഞാനിവിടെ എനിക്ക് ഡെയിലി 4 hours ട്രാവൽ ചെയ്യാനുണ്ട്, പിന്നെ 8 hours ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി 12 hours വെച്ചിട്ടാണ് ഞാൻ എന്റെ വ്ളോഗും ഷോർട്ട് വീഡിയോസും എന്റെ ലൈഫിലെ കാര്യങ്ങളും ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോ അത് അത്രയും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് യൂട്യൂബ് ഇരുന്ന് കാണാൻ ഉള്ളൊരു ടൈം ഇല്ല. എപ്പോഴേലും ടൈം കിട്ടുമ്പോഴൊക്കെ വല്ലപ്പോഴും ചില വ്ളോഗ്സ് ഒക്കെ കാണുന്നല്ലാതെ വ്ളോഗ്സും എപ്പോഴേലൊക്കെ കാണുന്നല്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ വാല്യുബിൾ ആയിട്ട് കാണുന്നത്. കാരണം ഞാൻ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്റെ ഒരു ടൈം സ്കെഡ്യൂളില് ഈ വീഡിയോ ക്രിയേഷനും അതിന്റെ വോയിസ് ഓവറും വ്ളോഗ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എനിക്കത് ശരിക്കും സ്ട്രെസ്ഫുൾ ആണ്. ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് വെരി സ്ട്രെസ്ഫുൾ ടു ബി ഓണസ്റ്റ്. പിന്നെ ഞാനതൊരു ഒരു റുട്ടീൻ പോലെ ഡെയിലി വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഇന്ന ടൈമിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ആ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിച്ചത് വളരെ എഫേർട്ട് എടുത്തിട്ടാണ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പണ്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഇറ്റ് വാസ് വെരി ഈസി. ഐ ക്യാൻ ജസ്റ്റ് ഡൗൺലോഡ് ഇറ്റ് ഫ്രം ഇൻസ്റ്റാഗ്രാം ആൻഡ് അതുകൊണ്ടൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യുക, അത് ഈസി ആയിരുന്നു. പക്ഷെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് കുറേ ടൈം വേണം, അത് എഡിറ്റ് ചെയ്യണം, അതിന് വോയിസ് ഓവർ കൊടുക്കണം, വ്ളോഗ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ, മ്യൂസിക്, തമ്മിൽ, അങ്ങനെ കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണിത്. ഇപ്പോ ഞാൻ പറയാം, യൂട്യൂബ് മാത്രം ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർക്ക് ഇത് അത്ര ഒരു എന്താ പറയാ, മറ്റുള്ളവരെ ഇപ്പൊ ഒരു 8 to 5 ജോബ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററും യൂട്യൂബ് മാത്രം ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. അവർക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടാവും, അവർക്ക് അത്ര സ്ട്രെസ് ഉണ്ടാവില്ല. പക്ഷെ ഈ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിവേ, ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു ഇപ്പൊ 3 months ആയി, എനിക്ക് 3 or 4 months ആയി എനിക്ക് റവന്യൂ വരാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് എനിക്കൊന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറ്റിയിട്ടുള്ളത്. സോ ഞാൻ വാങ്ങിയ സാധനം എന്താന്ന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളാണല്ലോ കാണിക്കേണ്ടത്, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നിങ്ങളുടെ അടുത്താണ്. പിന്നെ എന്റെ ഫാമിലി, അങ്ങനെ പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തും. സോ ഞാനൊരു ഡയമണ്ടിന്റെ ഒരു ചെറിയ സാധനമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങള് പോയി വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ. അത് വാങ്ങാൻ പോകുന്ന വ്ളോഗൊക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇറങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ വ്ളോഗ് എടുക്കാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങള് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് പോയത്. ഞങ്ങള് നക്ഷത്രയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് എന്താ അറിയില്ല, വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വ്ളോഗ് എടുക്കാന്ന്. അപ്പോ ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ സാധനമാണ് കേട്ടോ. ഓക്കെ, ഇത് എനിക്ക് എന്താ പറയാ, ഇത് എന്റെ ഒരു ഏറ്റവും വലിയൊരു ഹാർഡ് വർക്കിന്റെ ഒരു എന്താ പറയാ, ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. കാരണം ജോബ് കിട്ടാൻ ഞാൻ എന്റെ ഇപ്പോഴുള്ള ജോബ് കിട്ടാൻ ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എമൗണ്ട് കിട്ടാനും ഈ ഒരു സാധനം വാങ്ങാനും ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത എന്റെ ടൈമും എന്റെ എഫേർട്ടും കുറച്ചൊന്നുമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം സമയമില്ലാത്തതാണ്. സമയം ഇല്ലാത്തതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇതൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഇപ്പം നമ്മള് 70K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. 50 ആയപ്പോ ഞാൻ 50K സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട്. അപ്പൊ പക്ഷെ അത് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അതും പറ്റിയില്ല. ഞാൻ ചെറുതായിട്ട് എന്റെ രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തു, പക്ഷെ അത് വീഡിയോ എടുത്തോ അല്ലെ ഷോർട്ട് എടുത്തോ ഒന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇത് എല്ലാത്തിന്റെയും കൂടെ ഒരു സെലിബ്രേഷൻ ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എന്റെ 50K, പിന്നെ എന്റെ റവന്യൂ, എന്റെ യൂട്യൂബ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഹായ് എന്നുള്ള രീതിക്കുള്ള ഒക്കത്തിന്റെ ഒരു സെലിബ്രേഷൻ ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. സോ എന്താന്ന് നോക്കാം. ശരിയൊരു സാധനമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ബ്രേസ്ലെറ്റ് ഓർ ബാങ്കിൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇതിങ്ങനെ വാച്ചിന്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന ഒരു സാധനം. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇത് നമ്മള് കാണിച്ചു തരാം, ഞാൻ കയ്യിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഗോൾഡ് ഒന്നും വാങ്ങിക്കാത്ത ഒരാളാണ്. ഗോൾഡോ ഡയമണ്ടോ അങ്ങനെ ഒരുപാടൊന്നും എന്താ പറയാ വാങ്ങിക്കും. ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. റിങ്, ചെറിയ ചെയിൻ അങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അവിടെ കണ്ടിട്ടുള്ള എന്താ പറയാ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അയ്യോ ഇടാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഈ സാധനം ഊരിക്കളയാം, അല്ലെങ്കിൽ ഇതിന്റെ ഭംഗിയിൽ മറ്റതിന്റെ ഭംഗി നിങ്ങൾ കാണില്ല. വാച്ചും ഊരി വെക്കാം, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് കേട്ടോ. ഞാൻ ക്യാമറയിൽ ക്ലോസ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ റൈറ്റാണ്. ഞാൻ അധികം ഇങ്ങനെ വാച്ചിന്റെ ഒക്കെ കൂടെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഇങ്ങനത്തെ സാധനങ്ങളും ബ്രേസ്ലെറ്റും ചെറിയ ചെറിയ ബാംഗിൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് ഷെയർ ചെയ്യാനുള്ളത്. എന്റെ ഒരു ചെറിയ യൂട്യൂബ് ജേർണി ഷെയർ ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, ഞാൻ ഇത് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. എനിവേ, നിങ്ങൾക്കും ഇതേപോലൊക്കെ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, നല്ല ക്വാളിറ്റി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. റീസെന്റ് ട്രെൻഡ് എന്താണോ അത് നോക്കിയിട്ട് അതേപോലെയുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ചാൻസ്, കുറച്ചുകൂടെ വ്യൂവേഴ്സ് ഒക്കെ വരാനുള്ളത്. പിന്നെ കുറെ കാലം നമ്മൾ കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവാൻ പറ്റുള്ളൂ. നമ്മൾ ഇരിക്കുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു എന്താ മുമ്പുള്ളവരൊക്കെ പറയില്ലേ, ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ എന്നാണ്. അതേപോലെ നമ്മൾ ഇരുന്ന് പതിയെ പതിയെ നമ്മൾ കാല് നീട്ടാനുള്ള സ്റ്റേജിലേക്ക് എത്തും കേട്ടോ. സോ എല്ലാരോടും ഒരുപാട് താങ്ക്സ്. ഇനിയും കുറെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ എന്റെ ഒരു കുഞ്ഞു വീഡിയോ കുറച്ചു പേർക്കെങ്കിലും യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് കുറച്ചൊരു മോട്ടിവേഷൻ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ, ബൈ ബൈ.